നമസ്കാരം. ഓ ഓ ഓ കൂജനം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം പാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാണ്ഡം 30 സർഗഃ 30-ാം സർഗം ആരംഭിക്കുന്നു. 29-ാം സർഗത്തിൽ പ്രധാനമായും പറഞ്ഞത് ഖരനും രാമനും തമ്മിലുള്ള അതിഭയങ്കരമായ യുദ്ധത്തെപ്പറ്റിയാണ്. രാമൻ ചില ഉപദേശങ്ങളൊക്കെ ഖരന് കൊടുക്കുന്നു അവനെ വധിക്കുന്നതിന് മുൻപ്. രാമന് ഒരു നിമിഷം കൊണ്ട് ഖരനെ കൊല്ലാമെങ്കിലും അവന് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അപ്പോൾ ഖരൻ അതീവ ഘോരനായിട്ട് രാമനെയും കുറച്ച് ഇളിഭ്യനാക്കാൻ എന്ന പോലെ ചില വാക്കുകളൊക്കെ പറയുന്നു. നീ ആത്മപ്രശംസ ചെയ്യുകയാണ്, അതിശക്തനായ എന്നെ നിനക്കൊന്നും ചെയ്യാനൊക്കുകയില്ല എന്നൊക്കെ ഖരൻ രാമനോട് അഹങ്കാരം പറയുന്നു. നിന്നെ ഞാൻ തീർച്ചയായിട്ടും ഇന്ന് വധിക്കുമെന്നും ഖരൻ ഓർമ്മിപ്പിക്കുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് സ്വർണവലയങ്ങളാൽ ശോഭിക്കപ്പെട്ട ഒരു ഗദ ഇടുത്തി പോലെ രാമൻ്റെ നേരെ എറിഞ്ഞു. ആ ഗദ മരങ്ങളെയും ചെടിപ്പടർപ്പുകളെയുമെല്ലാം ഭസ്മീകരിച്ച് രാമൻ്റെ നേരെ അടുത്തു. അങ്ങനെ വന്നു വീഴുന്ന ആ ശ്രേഷ്ഠമായ ഗദയെ ആകാശത്ത് വെച്ച് തന്നെ രാമനെയ്ത അമ്പ് പൊടിയായി വീഴ്ത്തിക്കളഞ്ഞു. അമ്പേറ്റ് മുറിഞ്ഞ് ഭൂമിയിൽ പതിച്ച ഗദയുടെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഖരനെ ഇപ്പോഴും ഭഗവാൻ കൊന്നിട്ടില്ല, പിന്നെയും അതിനെ അമാന്തിക്കുകയാണ്. അങ്ങനെയാണല്ലോ എപ്പോഴും ഭഗവാൻ ചെയ്യുന്നത്. ഇനി 30-ാം സർഗത്തിലെ പ്രതിപാദ്യം എന്താണെന്ന് നോക്കാം. ശ്ലോകം 1. 30 സർഗഃ. ഭിത്വാ തുതാം ഗദാം ബാണൈ രാഘവോ ധർമ്മവത്സലഃ സ്മയമാന ഇദം വാക്യം സംരബ്ധം ഇതമബ്രവീത്. ധർമ്മവത്സലനായ രാമൻ ഗദയെ ബാണങ്ങൾ കൊണ്ട് ശിഥിലീകരിച്ച് യുദ്ധോദ്യുക്തനായ ഖരനോട് ചിരിച്ചും കൊണ്ട് പറഞ്ഞു. ശ്ലോകം 2. ഏതത്തെ ബലസർവസ്വം ദർശിതം രാക്ഷസാധമാ ശക്തിഹീനതരോ മത്തോ വൃഥാത്വം ഉപഗർജസി. രാക്ഷസാധമ, എന്നേക്കാൾ ശക്തി കുറഞ്ഞവനായ നിന്റെ ബല സർവസ്വം ഇതാ തകർന്നു കിടക്കുന്നത് കണ്ടല്ലോ, വെറുതെ വീമ്പ് ഗർജിക്കേണ്ട. ശ്ലോകം 3. യേഷാ ബാണവിനിർഭിന്ന ഗദാ ഭൂമിതലം ഗദാ അഭിധാന പ്രഗൽഭസ്യ തവ പ്രത്യയഘാതിനി. ബാണങ്ങൾ ഏറ്റ് തവിടുപൊടിയായ ഗദ ഇതാ വീമ്പു പറച്ചിലിൽ വീരനായ നിന്റെ വിശ്വാസധൈര്യങ്ങളെ തകർത്തുകൊണ്ട് ഭൂമിയിൽ പതിച്ചു. ശ്ലോകം 4. യത്വയോക്തം വിനഷ്ടാനാം ഇദം അശ്രുപ്രമാർജനം രാക്ഷസാനാം കരോമീതി മിഥ്യാ തപതി തേ വചഃ. ശ്ലോകം 4-ന്റെ അർത്ഥം, മൃതിപ്പെട്ട രാക്ഷസന്മാരുടെ കണ്ണീർ തുടയ്ക്കുമെന്ന് പറഞ്ഞില്ലേ നീ, അതും വെറുതെയായി. ശ്ലോകം 5.
നീചസ്യ ക്ഷുദ്രശീലസ്യ മിഥ്യാവൃത്തസ്യ രക്ഷസഃ പ്രാണാനപഹരിഷ്യാമി ഗുരുത്മാനാമൃതം യഥാ. ഞാൻ നീചനും ക്ഷുദ്രശീലനും മിഥ്യാചാരനുമായ രാക്ഷസൻ്റെ പ്രാണൻ അപഹരിക്കാൻ പോകുന്നു, അമൃതാഹരണം ചെയ്ത ഗരുഡനെ പോലെ. ശ്ലോകം 6. അദ്യതേ ഭിന്നകണ്ഠസ്യ ഫേനബുദ്ബുദഭൂഷിതം വിദാരിതസ്യ മദ്ബാണൈർമഹീവാസ്യതി ശോണിതം. എൻ്റെ ബാണങ്ങളാൽ കുഴഞ്ഞ് അറ്റ് ശരീരം പിളർന്നു കിടക്കുന്ന നിൻ്റെ പതഞ്ഞൊഴുകുന്ന ചോര ഇതാ ഇപ്പോൾ ഭൂമി പാനം ചെയ്യാൻ പോകുന്നു. ശ്ലോകം 7. പാംസുരൂഷിത സർവാംഗ സ്രസ്തന്യസ്ത ഭുജദ്വയഃ സ്വപ്സ്യേകാം സമാശ്ലിഷ്യ ദുർലഭാം പ്രമദാമിവ. സർവാംഗവും പൊടിയണിഞ്ഞ് കൈ രണ്ടും കുഴഞ്ഞ് നീ ഭൂമിയെ ആലിംഗനം ചെയ്തുകൊണ്ട് ഉറങ്ങുവാൻ പോകുന്നു, ക്ലേശിച്ച് നേടിയ പെണ്ണിനെ ആശ്ലേഷിച്ചും കൊണ്ടെന്ന പോലെ. 7 ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത്. സർഗം 30. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.